മക്കളെ വണക്കം. മാലവർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു സിനിമ കാണാനുള്ള എൻ്റെ ആ ഒരു ആർത്തി, ആ ഒരു ത്വര വീണ്ടും എന്നെ കൊണ്ടുവന്ന് കുഴിയിൽ ചാടിച്ചു. പച്ചില മണക്കുന്ന മലയാള സിനിമയിൽ നിന്ന് ഗോഡ്സിലെ പോലത്തെ നായകന്മാരുള്ള സിനിമകൾ കണ്ടു കളയാമെന്നുള്ള എൻ്റെ ആ ഒരു തീരുമാനമാണ് എന്നെ വീണ്ടും കൊണ്ടുവന്ന് കുഴിയിൽ ചാടിച്ചത്. അതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. കയ്യിൽ ഗൂഗിളും തെലുങ്കിലും ബാലകൃഷ്ണൻ ഉള്ളതുകൊണ്ട് മാത്രം ഊക്ക് കിട്ടാതെ രക്ഷപ്പെട്ടു പോകുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ കൂടുതലും അങ്ങ് കന്നഡയിലാണ്. നാസ പോലും കണ്ടുപിടിക്കാത്ത ഒരുപാട് സ്റ്റാറുകളുണ്ട് അവിടെ. ക്രൈസി സ്റ്റാർ രവിചന്ദ്രൻ, റിയൽ സ്റ്റാർ ഉപേന്ദ്ര, ഡയമണ്ട് സ്റ്റാർ, ലവ്ലി സ്റ്റാർ, റോറിംഗ് സ്റ്റാർ, അങ്ങനെ എത്ര സ്റ്റാറുകൾ. കാര്യം KGF ഹിറ്റായതുകൊണ്ട് റോക്കിംഗ് സ്റ്റാർ മാത്രം രക്ഷപ്പെട്ടു. പക്ഷേ ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? കൊമ്പൻ, അതായത് എത്ര സ്റ്റാറുകൾ ഒരുമിച്ച് വന്നാലും അതിനെയൊക്കെ നേരിടാൻ കെൽപ്പുള്ള, അതായത് അതിനെയൊക്കെ ഒന്ന് ചലഞ്ച് ചെയ്യാൻ കെൽപ്പുള്ള ആ ഒരു വീരാസ്വാമി. അപ്പൊ ചലഞ്ചിങ് സ്റ്റാറിന്റെ മാലപ്പടക്കം പോലത്തെ ഫിലിമോഗ്രാഫിയിൽ ഒരു 10-20 പടങ്ങൾ കുഴച്ചുണ്ടാക്കിയ ഒരു ബർമൂഡ ട്രയാങ്കിൾ ഉണ്ട്. കയറി പോയി കഴിഞ്ഞാൽ ഉയിര് പോകുന്നവരെ വധിച്ച് പണ്ടാരം നടക്കുന്ന ഒരു ട്രയാങ്കിൾ. 2016 ഇറങ്ങിയ ജഗ്ഗു ദാദ അഥവാ ഡോൺ ജഗ്ഗു. ജഗ്ഗുബായി അറിയില്ല? ജഗ്ഗുബായി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പൊതുവിജ്ഞാനമില്ല. അപ്പൊ ചലഞ്ചിങ് സ്റ്റാർ പണ്ട് സിംഗം സിനിമയുടെ റൈറ്റ്സ് കിട്ടാത്തതിന്റെ കലിപ്പിൽ നമ്മുടെ മാർട്ടിൻ ഡയറക്ട് ചെയ്ത ഡയറക്ടറുമായിട്ട് പോയി മിസ്റ്റർ അവരാധ, ഐരാവത എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. അത് അടുത്ത വീഡിയോയിൽ കാണാം. അത് പക്ഷേ ഇപ്പോൾ പറയാൻ കാര്യം, ഇങ്ങേർക്ക് സൂര്യയുടെ ഏതാണ്ട് പ്രത്യേക തരം ഒരു പാസം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ ഈ സിനിമയുടെ കാര്യം എടുത്ത് നോക്ക്. എനിക്ക് സിംഗം 2 സൂര്യയുടെ ടൈറ്റിൽ കാർഡ് പോലത്തെ ഒരു ടൈറ്റിൽ കാർഡ് വേണമെന്ന് പറഞ്ഞ് എന്തിനാ അതുപോലെ അത് തന്നെ അടിച്ചു തരില്ലേ എന്നും പറഞ്ഞ് അതേപോലെ ഒരു സാധനം ചെയ്തു വെച്ചിരിക്കുന്നു. കണ്ണാടി വെച്ചത് നന്നായില്ലായിരുന്നു, ആൾക്കാർ കോപ്പി അടിച്ചാണെന്ന് പറഞ്ഞേനെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തായാലും ചലഞ്ചിങ് സ്റ്റാർ ഹാപ്പി. എന്നാൽ പിന്നെ എനിക്ക് 5 ടൈറ്റിൽ ക്രെഡിറ്റ്സ് പോലത്തെ ഒരു സംഭവം വേണം. എന്തിനാ അതുപോലെ അത് തന്നെ അടിച്ചു തരില്ലേ എന്നും പറഞ്ഞ് ആ കളറെങ്കിലും ഒന്ന് മാറ്റായിരുന്നു. അയ്യോ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബംഗളൂരു ഡോണായ ശങ്കരൻ മണ്ടയ്ക്ക് വെടികൊണ്ട് സൈഡ് ആകുമ്പോഴത്തേക്കും അധോലോകം അധോഗതി ആവാതിരിക്കാൻ ഡിസ്നി പിക്സറിൽ പോലും ഇല്ലാത്തൊരു തൊപ്പിയും വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ വീരു ഇറങ്ങും. നമ്മളുടെ നായകൻ ഈ വെടക്ക് ഫാമിലിയിലെ ഒടുക്കത്തെ പീസാണ്. അപ്പൂപ്പൻ ഗുണ്ട, അച്ഛൻ ഗുണ്ട, അമ്മ പോലും ആ നാട്ടിലെ പേര് കേട്ട വെണ്ടയ്ക്കയും വെടിയുണ്ടയും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്ത പ്രായത്തിൽ ക്ലാസ്സിലെ ടീച്ചർ ആരാവണമെന്ന് ചോദിച്ചപ്പോൾ ഇന്റർനാഷണൽ ഡോൺ ആവണമെന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ ജഗ്ഗു. അപ്പോൾ പശ്ചിമ ബംഗാൾക്ക് ക്രമീകരൺ അനുസാർ നമ്മളുടെ ജഗ്ഗുവും അതേ വഴി തന്നെ നടക്കുന്നു, പറക്കുന്നു. ഇടിച്ച് ആൾ വടിയാവേണ്ടതാണ്. പക്ഷെ ജഗ്ഗു ആ ടൈപ്പ് അല്ല. അത് എന്തിനാടാ ഇവിടെ പറയുന്നത്? അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ജഗ്ഗുവിൻ്റെ ഡോൺ ആവാനുള്ള ജൈത്രയാത്രയുടെ കഥയാണെന്ന്. പക്ഷേ ഇതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവരൊരു പേരുകേട്ട ഗുണ്ടാ കുടുംബമാണ്. ആ ഗുണ്ടാ കുടുംബത്തിലെ തലമൂത്ത ഗുണ്ടയായ ശങ്കർ ദാദയ്ക്ക് മകൻ വീരു ദാദ ഡോൺ ആവുന്നതിനോട് യാതൊരു താല്പര്യമില്ല. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ കൊച്ചുമാനായ ജഗ്ഗുവിനെങ്കിലും മര്യാദയ്ക്ക് വളർത്താമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ജഗ്ഗുവിൻ്റെ അമ്മയ്ക്ക് അവനൊരു ഇന്റർനാഷണൽ ഡോൺ ആവുകയും വേണം, ഇന്റർനാഷണൽ വേസ്റ്റായ ചമ്പയെ കെട്ടുകയും വേണം. ഇത് കേട്ട് ഹാർട്ട് അടിച്ച് പോയ ശങ്കർ ദാദ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ജഗ്ഗുവിനെ കൊണ്ടൊരു പ്രോമിസ് ഇടിക്കും. അതിലൊന്ന്, അവൻ ഗുണ്ടാ പരിപാടി നിർത്തണം. 2, അവനൊരു പെണ്ണ് കിട്ടണം. അത് കണ്ട ഒന്നും കിട്ടിയാൽ പോരാ. അതൊരു 1.5 ലിസ്റ്റുണ്ട്. അവനൊരു ധാർമ്മിക, സുന്ദര, സുഗുണ, സുശീല, ശാന്ത, പവിത്ര, നിർമ്മല, സർഗുണ, സമ്പന്നയായിരിക്കണം വധു. നിസ്സാര കാര്യം. ഈ പുല്ലൊന്നും ഇവിടെ കിട്ടില്ലെന്ന് മനസ്സിലാക്കി ജഗ്ഗു ചാവാൻ കിടക്കുന്ന കളവന് സന്തോഷമാവട്ടെ എന്ന് കരുതി കൈ കൊടുക്കും. പക്ഷേ ഇയാൾ ചത്തതിന് ശേഷവും ജഗ്ഗു വീണ്ടും ചമ്പയായിട്ട് ഇന്ന് ജൽസ ചെയ്യുന്നത് കണ്ടിട്ട് പടമായ ദാദ പരലോകത്തുനിന്ന് തിരുമ്പി വരും. മുള്ളിക്കൊണ്ടിരിക്കുന്ന കൊച്ചുമോനെ പുറകിന്ന് പേടിപ്പിക്കുന്ന അപ്പൂപ്പനും തട്ടിപ്പോയനെ തുപ്പാക്കി കാണിച്ച് പേടിപ്പിക്കുന്ന കൊച്ചുമോനും രണ്ടുപേരും വലിയ ഡോണുകളാണ്. അങ്ങനെ നായകന് മാത്രം കാണാൻ പറ്റുന്ന പ്രേതം ഇതല്ല, മറ്റേത് ഇങ്ങേരുടെ ഒരു സൂര്യാപാസം. അങ്ങനെ അപ്പോൾ ജഗ്ഗു ഇത് ശരിക്കും കാണുന്നതാണോ അതോ ജഗ്ഗുവിൻ്റെ വെറും ഹാലുസിനേഷൻ ആണോ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് തെളിയിക്കാനായിട്ട് ഒരു നേപ്പാൾ മന്ത്രവാദിയെ കൊണ്ടുവന്ന് കോഞ്ചൂറിങ് വരെ നാണിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു എക്സോസിസം ചെയ്യും. ആ എക്സോസിസം അതിലെ കുറേ തമാശയൊക്കെ എൻ്റെ അമ്മോ, ഞാൻ 2 ദിവസം മുമ്പ് കണ്ട പടമാണ്. ഇപ്പോഴാണ് ചിരിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റുക. അമ്മാതിരി കുറേ ഐറ്റംസ്. അങ്ങനെ ജഗ്ഗു ഒടുവിൽ അപ്പൂപ്പൻ പറഞ്ഞ പോലെ ഒരു ശാന്ത സുഹൃത്ത് മറ്റേ കുറേ ഇതുള്ള ഒരു പെണ്ണിനെ തപ്പി ഇറങ്ങും. അപ്പോൾ ഉയിര് പോയാലും മോളെ കൊടുക്കില്ലെന്ന് പറഞ്ഞ് ബിൽഡിങ്ങിൽ നിന്ന് ചാടുന്ന ബിൽഡറിനെയും മോന്തയിട്ട് ഉറച്ചാലും മോളെ കൊടുക്കില്ലെന്ന് പറഞ്ഞ് ജുമാൻജി പോലെ പൊളയുന്ന ജ്വല്ലറിനെയും കാണുമ്പോൾ വാറ്റടിച്ച് പീസ് പോകാറായവന് വെള്ളം അടിക്കാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് മോളെ കെട്ടിച്ചേരാമെന്ന് ചോദിക്കും. അയാൾ അവൻ്റെ സംസാരം കേട്ടിട്ട് വെള്ളമടി വരെ നിർത്തി. പക്ഷേ മോളെ കെട്ടിച്ചു കൊടുത്തില്ല, അത് വേറെ കാര്യം. ഇത്രയും ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. അങ്ങനെ തിണ്ണ വരെയുള്ള ബഹുമാനം തിന്നാൻ തരില്ല എന്നുള്ള തിരിച്ചറിവോടെ സമാധാനത്തിന് നേരമായി മുംബൈയിലേക്ക് ജഗ്ഗുബായി നാട് വിടുന്നു. ഊരും പേരും മാറ്റി താടി പഠിച്ചു. അവിടെ അദ്ദേഹം ദുബായ് ഷെയ്ഖിന് പോലും കടം കൊടുക്കാൻ കെൽപ്പുള്ള ബിസിനസ്സുകാരൻ ജയദേവാകുന്നു.
അങ്ങനെ ജയദേവണ്ണൻ്റെ ജഗ്ഗുഭായിയുടെ കല്യാണം നടത്താനായിട്ട് ഗോകർണം ഗൗരി വരുന്നു. അണ്ണൻ്റെ ഫോട്ടോ കണ്ട ഉടനെ തന്നെ 26 പേർക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമുക്കൊരു സമാധാനമായി. പിന്നെ അങ്ങോട്ട് പെണ്ണ് കാണലും ചായയോടെയും ജിലേബി അടിയൊക്കെ ആയിട്ട് നല്ല രസമാണ്. പക്ഷെ നമുക്കപ്പോഴേ അറിയാം ഗോകർണം ഗൗരി തന്നെയാണ് അണ്ണൻ്റെ നായികയെന്ന്. പക്ഷെ അവർക്കത് മനസ്സിലാവാൻ കുറച്ച് സമയമെടുക്കും. ആ സമയം വരെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് ചില്ലറ പരിപാടികളൊന്നുമല്ല. പക്ഷേ ഇതിനിടയ്ക്ക് അണ്ണനൊരു ശാന്ത പവിത്ര നിർമ്മല മറ്റേ ക്രൈറ്റീരിയക്കകത്ത് വരുന്നൊരു പെണ്ണിനെ കണ്ടുപിടിക്കും. എങ്ങനെയാണെന്ന് അറിയാമോ? ആ പെണ്ണ് ചോദിക്കും ബിയറിനകത്ത് മിക്സ് ചെയ്യാൻ വെള്ളമാണോ നല്ലത് അതോ സോഡയാണോ? അപ്പം തന്നെ അണ്ണന് സ്പോട്ടിൽ മനസ്സിലായി ആ പെണ്ണ് കുടുംബത്തിൽ പറഞ്ഞതാണ്. വാവ് അണ്ണ വാവ്. അങ്ങനെ പെണ്ണ് കണ്ട് ജിലേബി കഴിച്ച് ചായ കുടിച്ച കാണാനും മടുക്കുമ്പോൾ അണ്ണൻ അവസാനം ഗോകർണം ഗൗരി ചേച്ചിയെ തന്നെ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിക്കും. അതൊന്ന് കാണേണ്ട സീനാണ്. ഒരു കൊട്ട പൂവും കൈ പിടിച്ചുകൊണ്ട് എപ്പിലെപ്സി വന്ന പോലെ നവരസങ്ങൾ മിന്നി പറയുന്ന കുറേ നിമിഷങ്ങൾ. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. അല്ലായിരുന്നെങ്കിൽ അപ്പോൾ എന്തായാലും തൽഗുണ സമ്പന്നയായ ഗോകർണം ഗൗരിജി ആക്ച്വലി ഭാഗവതർ ദേവിജിയുടെ മകളാണ്. അപ്പോൾ യവൻ ആരാണെന്ന് ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം നടക്കില്ല. അങ്ങനെ ആരെയും അറിയിക്കാതെ നല്ല നൈസായിട്ട് കൊണ്ടുപോകുന്ന ലവ് സ്റ്റോറി കുളമാക്കാൻ ഒരുപാട് പേര് ശ്രമിക്കും. ജഗ്ഗുവിൻ്റെ അമ്മച്ചി വരെ. യവൻ ജയദേവല്ലെന്നും കൂലിക്ക് തല്ലാൻ നടക്കുന്ന ജഗ്ഗുബായി ആണെന്ന് അറിയുമ്പോൾ അവർക്ക് യവനെ വേണ്ട. ഇതിൻ്റെ പേരിൽ വെള്ളം അടിച്ച് വാൾ വെച്ച് വെളിയിൽ കിടക്കുന്ന ജഗ്ഗു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഗോകർണം ദേവ്ജി അകത്ത്. അങ്ങനെ അവസാനം ദേവ്ജിയെ പുറത്തിറക്കിക്കൊണ്ടുവരുന്ന ജഗ്ഗുവിനെ പ്രേമിക്കാതെ ഗോകർണത്തിന് വണ്ടി കയറാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായി ഗൗരിക്ക്. ഇതിനിടയ്ക്ക് ഇന്റർവ്യൂവിൽ ഗൗരി ചേച്ചിയെ കയറി പിടിച്ചതിന് ജഗ്ഗുബായി പഞ്ഞിക്കിട്ട സിന്ദൂര ശക്തി ടണ്ണൻ സേനാപതി സുഭാഷിനെയും നമ്മുടെ ദേവ്ജിയെ സ്കാമിൽപ്പെടുത്തി നാണം കെടുത്തിയ സ്കാം നായികനെയും രണ്ടുപേരെയും ജഗ്ഗുബായി തന്നെ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നു. അങ്ങനെ ആദ്യം ആരെ നേരിടാമെന്നുള്ള ഒരു കാൽക്കുലേഷൻ്റെ ഒക്കെ പുറത്ത് സ്കാം നായികനെ തന്നെ ആദ്യം നേരിടാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ നേരെ സ്കാംകാരൻ്റെ അടുത്തോട്ട് പോകുന്നു. ഒരു ഫൈറ്റ്. അയാളെ പിടിച്ചുകൊണ്ട് നേരെ പോലീസിന് കൊടുക്കുമ്പോൾ ദാണ്ട സേനാപതി വരും. നിങ്ങളല്ല യവൻ. പിന്നെ ഒരു ഫൈറ്റ്. എന്തായാലും ശക്തി കൊണ്ട് അണ്ണനെ തോപ്പിക്കാനാവില്ലെന്ന് മനസ്സിലായ ഇവർ അണ്ണനെ ഇമോഷണലി വീക്കാക്കാനായിട്ടൊരു പരിപാടി കാണിക്കുന്നു. അതായത് അണ്ണൻ്റെ സഹ ഗുണ്ടകളെ എല്ലാം കൂടി ഒരു ജീപ്പിൽ കെട്ടിയിട്ടിട്ട് ജീപ്പ് നേരെ കടലിലോട്ട് തള്ളിവിടുന്നു. അണ്ണൻ പേടിക്കുന്നു, വില്ലന്മാർ ചിരിക്കുന്നു. പക്ഷെ അവർക്കറിയാത്തൊരു കാര്യമുണ്ട്. ഈ ജഗ്ഗു സ്ട്രൈറ്റ് ഇവ വേറെ. അണ്ണൻ എന്തായാലും 10,500 കിലോ വരുന്ന ആ ജീപ്പിനെയും 10-90 കിലോ വരുന്ന 5 പേരെയും കൂടെ ഒരു ഒറ്റ കൈ കൊണ്ട് അങ്ങ് പിടിക്കും. വി ഹാവ് ചലഞ്ചിങ് സ്റ്റാർ. മെഡില്ല ഒബ്ലാങ്കട്ടയ്ക്ക് വരെ അടി കിട്ടിയിട്ട് അണ്ണൻ ആ പിടി വിട്ടില്ല. എന്തായാലും അണ്ണൻ പതിയെ ജീപ്പ് വലിച്ച് കയറ്റുന്ന സമയത്ത് ഇവർ നേരെ സ്കാം നായികനെ വെടിവെക്കും. എന്നിട്ട് അതും ലോകത്തില്ലാത്ത സകല പറപ്പുകളും കൊണ്ട് അണ്ണൻ്റെ തലയിൽ കെട്ടിവെച്ച് അണ്ണനെ അകത്താക്കും. പാരലലി പൊട്ടനും പോയി വട്ടനും പോയി ബോട്ടും കിട്ടി ഹൈലേസാന്നും പറഞ്ഞ് സിന്ദൂര ശക്തി സേനാപതി സുഭാഷിനെയും കൂട്ടി ഗോകർണം ഗൗരിയെ കല്യാണം കഴിക്കാനായിട്ട് പോകും. ഇത് ഒരു കാരണവശാലും നടത്തരുതെന്നും പറഞ്ഞ് ജഗ്ഗുവിൻ്റെ തന്തയുടെ കാലി വീഴും ഗൗരി. ഇവരിപ്പോൾ എങ്ങനെ ജഗ്ഗുവിനെ പുറത്തിറക്കുമെന്ന് ആലോചിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെയിംസ് ക്യാമറോൺ അവതാറിൽ പോലും ഉപയോഗിക്കാത്ത ഒരു ഐഡിയ ഇവരിറക്കുന്നത്. അതായത് ഒരു സ്റ്റേഷൻ ലിമിറ്റിൽ കോഴി കൂവുന്ന സമയം തൊട്ട് എല്ലാവരും ഇറക്കി സകല പെറ്റി ക്രൈമുകൾ അങ്ങ് ചെയ്യിപ്പിക്കും. അപ്പോൾ എന്തായാലും പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുമല്ലോ. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നവരൊക്കെ കൊണ്ടുവന്ന് ജയിലിലിടുമല്ലോ. അപ്പോൾ ജയിൽ ഓവർഫ്ലോ ആവുമല്ലോ. ജയിൽ ഓവർഫ്ലോ ആവുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഇറക്കി വിടണമല്ലോ. അങ്ങനെ ഇറക്കി വിടേണ്ടി വരുന്നൊരു സമയത്ത് ആരെ ഇവരാദ്യം ഇറക്കി വിടും? അതായത് പോലീസ് വണ്ടിയുടെ കാറ്റഴിച്ചു വിട്ട ഒരുത്തനെയാണോ അതോ ഒരു കൊലപാതക ശ്രമവും 1000 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പുള്ള ഒരുത്തനെയോ? പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു സംഭവം കണ്ടുപിടിച്ചു. ഇതുപോലെ വേറൊരു പാട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി ജഗ്ഗു നേരെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സാം നായകനെ പൊക്കിയെടുത്തുകൊണ്ടുവന്ന് വെടിവെച്ച ആളുടെ പേര് അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അപ്പോൾ ഇവിടെ പാലുകാച്ചാണെങ്കിൽ വേറൊരിടത്ത് ഗോകർണം ഗൗരിയുടെ കല്യാണം നടക്കുകയാണല്ലോ. ചലഞ്ചിങ് സ്റ്റാറിന് ചലഞ്ചസ് ഇഷ്ടമായതുകൊണ്ട് തന്നെ അയാൾ അവിടെ പോയി കല്യാണം നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ വീണ്ടും ക്ലൈമാക്സിൽ ജഗ്ഗു അണ്ണനെ സഹായിക്കാനായിട്ട് ശങ്കരണ്ണം വരുന്നു. അടിയും വെടിയും കോമഡിയൊക്കെ ആയിട്ട് എന്തൊരു രസമാണ് അതൊക്കെ കാണാൻ. അങ്ങനെ ഒടുവിൽ മീനമാസത്തിലെ അസുലഭ നിമിഷത്തിൽ ജഗ്ഗുബായി ഗോകർണം ഗൗരി ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടുന്നു. ഹാപ്പിലി എവർ ആഫ്റ്റർ. ഇതൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് വെടികൊണ്ടോടുന്ന ഒരു കുതിരയൊക്കെയുള്ള ഒരു സീക്വൻസ് ഉണ്ട്. അത് മാത്രം ഒരു സെപ്പറേറ്റ് വീഡിയോ എടുത്ത് വെച്ച് പൂക്കാനുള്ളതുണ്ട്. അപ്പോൾ ഇതാണ് ജഗ്ഗുബായി. സമയം കിട്ടുന്നവരൊക്കെ പടം കാണുക. പടം യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ജഗ്ഗു തരും. ഫൈറ്റുണ്ട്, പാട്ടുണ്ട്, ചളിയുണ്ട്. ഈ പടം പൊട്ടി. അതിന് കാരണമായിട്ട് ആളുകൾ പറയുന്നത് അണ്ണനെ പൊക്കി പറയുന്ന സീനുകൾ കുറഞ്ഞു പോയെന്നാണ്. അത് മിനിമം ഒരു 10 എണ്ണമെങ്കിലും വേണമായിരുന്നു. 10 ഷൂട്ട് ചെയ്താണ് സാർ. പക്ഷെ 9 ഫൈറ്റും 7 സോണും എല്ലാം കൂടി പടം 4 മണിക്കൂറായപ്പോൾ കുറെ വെട്ടിക്കളയേണ്ടി വന്നു സാർ. തന്റെ ഫസ്റ്റ് പടമല്ലേ ഇത്? അതെ. തന്റെ ലാസ്റ്റ് പടവും ഇത് തന്നെയായിരിക്കും. ഇഡിയറ്റ്.